നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യേണ്ടത്, എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. നിഫ്റ്റിയിലും കറണ്ട് ഒരു സിറ്റുവേഷൻ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് 24,820 820 അടുത്ത് ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക. അതിന് ശേഷം അതിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ശ്രദ്ധിക്കുക. എപ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോൾ ബൈ ക്യാൻഡിൽസ് ചെയ്ത സപ്പോർട്ടിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ആക്റ്റീവ് ആകുന്നത്. തുടക്കത്തിലൊരു മൊമെന്റ് ആയിരുന്നു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് 24,937 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അവസാനത്തെ ഒരു സെഷനിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും 24,820 ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. പക്ഷെ നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തില മുൻ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിക്കാറുള്ളതാണ്. കാരണം ഒരു ഹയർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിഫ്റ്റിനെ പൊസിഷൻ എടുക്കുന്നത് പരമാവധി അത് ഒഴിവാക്കാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. കാരണം ഇൻ കേസ് ഹയർ ലെവൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ഒക്കെ നിഫ്റ്റിയുടെ ഈ ഒരു സിറ്റുവേഷനിൽ റിസ്ക് ആണ്. നല്ലൊരു സപ്പോർട്ട് ലെവലിലേക്ക് എത്തുമ്പോഴാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇനിയായാലും നിഫ്റ്റിയിലായാലും ഒരു ട്രെൻഡ് 24,800 താഴെ വീക്ക്നെസ് ആണ്. 800 താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിയിൽ 300 ബിലോ ആണ് സപ്പോർട്ട്. അതിനുശേഷം 600 ബിലോ ആണ് നല്ല സപ്പോർട്ട് വരുന്നത്. അതിനുശേഷമുള്ള സപ്പോർട്ട് 500 ബിലോ ആണ്. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ് ഇമ്പോർട്ടന്റ് ലെവൽ എന്നൊക്കെ നമുക്ക് നോക്കാം. നിഫ്റ്റിന്റെ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്? ഇന്ന് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. 24,820 24,820 താഴോട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിങ്, അല്ലെങ്കിൽ ഇതിന്റെ താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇതിന് താഴെ സപ്പോർട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ഒരു സപ്പോർട്ട് വർക്ക് ചെയ്യേണ്ട രീതി 24,795. പക്ഷേ ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം 820 താഴെ ഓപ്പൺ ചെയ്താൽ തന്നെ വീക്ക്നെസ് ആണ്. 795 ഹോൾഡ് ചെയ്ത് 820 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈയിലേക്ക് നിലനിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 820 താഴെ നിലനിർത്തിയ തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ചിലപ്പോൾ ക്വിക്ക് ആയിട്ടുള്ള ഒരു മൊമെന്റത്തിനായിരിക്കും സാധ്യത കൂടുതൽ. 820 താഴെ ഈ ഒരു രീതിയിൽ മാനേജ് ചെയ്യുക. 795 താഴെ നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 24,678 സപ്പോർട്ട്. അതായത് 700 താഴെയാണ് സപ്പോർട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, 700 ലെവലല്ല, ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ 678 അടുത്താണ് സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് 24,635 678 ഈ ലെവല് ചെയ്യുക. 635 ഇൻ കേസ് എൻ്റെ ഒരു താഴത്തേക്ക് വന്നാലും 635 ഹോൾഡ് ചെയ്തുകൊണ്ട് 678 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ശ്രദ്ധിക്കുക. ഈ ഒരു ഏരിയയിൽ 635 താഴെയാണ് ആക്റ്റീവ് ആകുന്നത്. എനിക്ക് ഡൗൺ ഓപ്പണിംഗ് സപ്പോർട്ടിലാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനാണ് സാധ്യത. ബൗൺസ് ചെയ്യണമെങ്കിൽ 678 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. അതിനുശേഷം 635 സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതിനുശേഷം നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് കാണുന്നത് 600 താഴെയാണ്. 24,595. അതുപോലെ തന്നെ 24,578. ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് ഇതേ രീതിയിലാണ്. 578 ഹോൾഡ് ചെയ്തുകൊണ്ട് 595 മുകളിൽ 595 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 575 താഴെ ഇതൊരു ബൈ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേ രീതിയിൽ റൈറ്റ് സ്റ്റോപ്പ് ലോസും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ സപ്പോർട്ട് നമുക്ക് മാനേജ് ചെയ്യുന്നത്. ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴത്തേക്ക് പോയാൽ 595 മുകളിൽ മാത്രമാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. അതായത് 635 സപ്പോർട്ടിന്റെ ഒരു താഴെയാണെന്ന് കരുതുക. അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്തൊരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യും.
ഇപ്പോൾ നിഫ്റ്റിയിൽ അതിൽ ഇത്ര സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഇനി ഹയർ ലെവൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഹയർ ലെവൽ 937, 24,937 റെസിസ്റ്റൻസ് കാണുന്നത്. അതുപോലെ തന്നെ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, 975, 24,975, 937. അപ്പൊ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും ശ്രദ്ധിക്കേണ്ടത് 937 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഈ രണ്ട് റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബൈക്ക് അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഉള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി മാനേജ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് 51,465 ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 51,465 മുകളിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ബൈ ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത കൂടുതൽ. 465 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത. 310 റെസിസ്റ്റൻസ്. 310 താഴെ തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. 51,200 വരെ തൊട്ടടുത്താണ് ആ ഒരു റേഞ്ച് കാണുന്നത്. ഇപ്പോൾ മാനേജ് ചെയ്യേണ്ടത് 200 ഹോൾഡ് ചെയ്ത് 260 മുകളിലേക്ക് അല്ലെങ്കിൽ 310 മുകളിലേക്കൊക്കെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത. പക്ഷെ അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 51,200 താഴെയാണെങ്കിൽ ക്വിക്കായിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ വരും. അതായത് സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണ് ഒരു ഓപ്പണിങ്. 51.30 ക്വിക്കായിട്ട് ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം 50.875 സപ്പോർട്ട്. ഇതാണ് ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഹയർ ലെവൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 51,465 സപ്പോർട്ട് എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 51,630 മുകളിൽ റെസിസ്റ്റൻസ്, വേറെ റെസിസ്റ്റൻസ് ഇല്ല, മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിലും ഇന്ന് വർക്ക് ചെയ്തത് ഫിൻ നിഫ്റ്റി നോക്കുക. ഫിൻ നിഫ്റ്റിയിലും നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത് 23,575 ഫിൻ നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ഹൈ ശ്രദ്ധിക്കുക. അപ്പോൾ ഫിൻ നിഫ്റ്റിയിലും എക്സാക്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് 23,575. ഒരു ഫാളൊക്കെ വന്നിരിക്കുന്നതും രാവിലത്തെ ഒരു സെക്ഷനിലൊരു ബൈ സെന്റിമെന്റിലായിരുന്നു 575. അപ്പോൾ എപ്പോഴും റൈറ്റ് റെസിസ്റ്റൻസ് എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ കിട്ടും. വരും ദിവസങ്ങളിൽ ഫിൻ നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 23,410 റെസിസ്റ്റൻസിന്റെ മുകളിൽ ബൈക്കാണ് സാധ്യത. 410 മുകളിൽ ബൈ, ചെറിയ ടൈം ഫ്രെയിം വലിയ ടൈം ഫ്രെയിമിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 300 ബ്രേക്ക് ചെയ്താൽ 210 സപ്പോർട്ട്. 210 ശേഷം 23,112, അതിനുശേഷം 23,050. ഇതാണ് സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് 50 ഹോൾഡ് ചെയ്തുകൊണ്ട് 112 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ഒരു താഴെയാണെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരെ ടെസ്റ്റ് ചെയ്യും. ഫിൻ നിഫ്റ്റിയിൽ ഇത്ര സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള ട്രെൻഡിലും നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസത്തെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.